ഇത് ശരിക്കും ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളെ അല്ല കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊതി കെട്ടി, ശരിക്കും പറഞ്ഞാൽ ഞാൻ വഴിയോരങ്ങളിലൊക്കെയാണ് ഈ അഞ്ചൽ ഇങ്ങനെ സ്കൂട്ടറിൽ കുറേയും പാസ് ചെയ്ത് നോക്കും ആരെങ്കിലും വിശന്ന് ഇരിക്കുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങും, ദൈവമേ നല്ല വിശന്നിരിക്കുന്നവരെ കാണിച്ചു തരണേന്ന്. അപ്പം നമ്മുടെ മുമ്പിൽ നല്ല വിശക്കുന്നവരെ കാണാൻ പറ്റും. അപ്പം സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു അമ്മാമ്മ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി പോയായിരുന്നു. പോയപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ മമ്മി നമുക്കൊരു 10 പൊതിയും കൂടെ കെട്ടിപ്പാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ എന്താ പറയുക, കുറച്ച് കറിയൊക്കെ ഉള്ളൂ, അവിയലും തോരനും ചമ്മന്തിയും മീൻ വറുത്തതും അച്ചാറും മാത്രമേ ഉള്ളൂ. കാര്യം പെട്ടെന്നായിരുന്നു. പിന്നെ അത്ര മതി, കാര്യം അവർ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പം അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ ചാറ് കറിയൊക്കെ കൊടുത്താലും ഭയങ്കര അവർക്കും ഈ കവറ് ഒക്കെ പാടാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചാറുണ്ടെങ്കിൽ സന്തോഷം. ഞങ്ങൾക്ക് പക്ഷേ ടൈമും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഇതൊക്കെ കെട്ടി. മമ്മി എന്നോട് ചോദിച്ചില്ലേ ഈ കാലത്ത് ബൈസ്റ്റാൻഡേഴ്സോ അല്ലെ പേഷ്യൻസൊക്കെ നമ്മുടെ നിന്ന് ഫുഡ് മേടിക്കും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും കൊണ്ടുപോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പത്രവും ഉണ്ടായിരുന്നു, എൻ്റെ കൃപാസനത്തിലെ പത്രവും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ ദൈവമേ, അവർക്ക് കിട്ടാത്ത വിഷമം. അവർ അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്തോ സപ്ലൈ ഉണ്ട്, പക്ഷേ അവർക്ക് ഈ വീട്ടിലെ ഊണൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഒത്തിരിയും ദിവസങ്ങളും മാസങ്ങളും ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പ്രായമുള്ളവർ മാത്രമൊന്നുമല്ല, ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് എന്താ പറയുന്നത്, ഈ അച്ഛൻ കൃപാസനത്തിലെ അച്ഛനാണ് പറയുന്നത്, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇത് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോയി ശുശ്രൂഷ ചെയ്യണമെന്ന്. എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഇതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത്. കാര്യം എത്രയോ വിശക്കുന്നവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമല്ലേ. അപ്പം ഞാനും മമ്മിയും കൂടെ പോയി ആഹാരമൊക്കെ കൊടുത്തു. അവരുടെ ബ്ലെസ്സിങ്സ് ഞങ്ങൾക്കും കിട്ടി. ഞങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു.